12 വർഷമായി കോടതി കയറുകയാണ് ജല അതോറിറ്റി ക്ലർക്ക് തസ്തികയിലെ റാങ്ക് ലിസ്റ്റ്. അധിക യോഗ്യതയുള്ളവരെ ഒഴിവാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് PSC മറികടന്നതോടെ കേസ് ഇനിയും നീളുമെന്നുറപ്പായി. തസ്തികയിലേക്ക് ജോലി കാത്തിരിക്കുന്ന പലരുടെയും പ്രായം നിയമനം തുടങ്ങും മുമ്പ് തന്നെ 50 കഴിഞ്ഞു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. 2012 വാട്ടർ അതോറിറ്റിയുടെ ക്ലർക്ക് തസ്തികയിലേക്ക് PSC വിജ്ഞാപനമിറക്കുന്നത്. ബിരുദവും ഡാറ്റ എൻട്രിയിലും ഓഫീസ് അഡ്മിനിസ്ട്രേഷനിലും 3 മാസത്തെ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് കോഴ്സുമായിരുന്നു യോഗ്യതാ മാനദണ്ഡം. നിയമ പോരാട്ടത്തെ തുടർന്ന് പരീക്ഷ വർഷങ്ങൾ വൈകി. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ ഉള്ളവരും പരീക്ഷ എഴുതി. സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ അധിക യോഗ്യതയുള്ള DCAക്കാരെ ഒഴിവാക്കാൻ PSC തീരുമാനിച്ചു. നിയമ പോരാട്ടം ശക്തമായി. അധിക യോഗ്യതയുള്ളവരെ കൂടി പരിഗണിക്കണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. സർട്ടിഫിക്കറ്റ് കോഴ്സുകാർ പിന്നാലെ അപ്പീൽ പോയി. ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് റദ്ദാക്കി. അധിക യോഗ്യതയുള്ളവരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തരുതെന്ന് ഉത്തരവിട്ടു. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് PSC തന്നെ ലംഘിച്ചു. അധിക യോഗ്യതക്കാരെ കൂടി ഉൾപ്പെടുത്തി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. അപ്പോഴേക്ക് അധിക യോഗ്യതയില്ലാത്തവർ കോടതിയിലെത്തി. അടിയന്തരമായി ഹൈക്കോടതി ഉത്തരവനുസരിച്ച് അധിക യോഗ്യതക്കാരെ ഒഴിവാക്കി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് വീണ്ടും ഉത്തരവ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 30 ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇതിനെതിരെ വീണ്ടും പട്ടികയിൽ നിന്ന് പുറത്താകുന്നവർ കോടതിയെ സമീപിക്കുമെന്നാണ് അറിയുന്നത്. നിയമപോരാട്ടം രൂക്ഷമായതോടെ നിയമനം നീണ്ടു പോവുകയാണ്. വിജ്ഞാപനമിറങ്ങി വർഷം 12 ആകാറായി. റാങ്ക് പട്ടികയിലെ പലർക്കും 50 വയസ്സ് ഇപ്പോൾ തന്നെ കഴിഞ്ഞു. 1973 ജനിച്ച പല ആളുകൾക്കും ഇനി നിയമനം കിട്ടുമ്പോഴേക്കും വിരമിക്കാൻ പ്രായമായാലും അത്ഭുതപ്പെടാനില്ല. PSC നിയമനം നടക്കാതായതോടെ വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാർ ഏതാണ്ട് 10 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമായിരിക്കും അണിയറയിൽ തകൃതിയായി നടക്കുക. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ. ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, ഈ 12 വർഷമായി കോടതി കയറി ഈ ജല അതോറിറ്റി ക്ലർക്ക് തസ്തികയിലെ റാങ്ക് ലിസ്റ്റ് എന്നുള്ളത് അത്ര വലിയ സംഭവമൊന്നുമല്ല. പല റാങ്ക് ലിസ്റ്റുകളും ഇതിനകം തന്നെ കുറേ വർഷങ്ങൾ കോടതി കയറിയ ചരിത്രമുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പ്രസാദ്? അരുൺ പറഞ്ഞതുപോലെ ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന PSC ഉദ്യോഗാർത്ഥികൾ നമ്മുടെ മുന്നിലുള്ളതാണ്. പക്ഷേ ഇതിലുള്ളൊരു പ്രത്യേകത, ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഇനി മാത്രമല്ല, ഇതുവരെയും ഇതിൽ നിയമനം തുടങ്ങിയില്ല. കാരണം അടുത്ത ടീം, ഞാൻ നേരത്തെ വാർത്തയിൽ പറഞ്ഞതുപോലെ അടുത്ത ടീം ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ അധിക യോഗ്യതയുള്ളവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമനത്തിനെതിരെ വീണ്ടും ഇവർ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിലുള്ള ഒരു പ്രശ്നം, ഇപ്പോൾ തന്നെ ലിസ്റ്റിലുള്ളവർ വലിയൊരു വിഭാഗം ആളുകളും 45 വയസ്സിൽ കൂടുതലുള്ളവരാണ്. ഒരുപാട് പേർ 1973-ലും 74-ലും ഒക്കെ ജനിച്ചവരുണ്ട്. അവരുടെ പ്രായം ഇപ്പോൾ തന്നെ 50 വയസ്സ് കഴിഞ്ഞു. റാങ്ക് ലിസ്റ്റിൻ്റെ പ്രസിദ്ധീകരിച്ചാൽ തന്നെ നിയമനം തുടങ്ങിയാൽ അതിൻ്റെ കാലാവധി 3 വർഷമാണ്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ വിരമിക്കാറാവുന്ന സമയത്താണ് പലർക്കും ജോലി കിട്ടുക എന്നൊരു അത്ഭുതം ഇതിനകത്തുണ്ടെന്നാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ PSCയുടെ വാട്ടർ അതോറിറ്റിയിലെ ക്ലർക്ക് തസ്തികയിൽ ഒരുപാട് അധിക യോഗ്യത വേണ്ട എന്ന് PSC തന്നെയാണ് വിജ്ഞാപനമിറക്കുന്നതിൽ പറഞ്ഞത്. 3 വർഷത്തെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഡാറ്റ എൻട്രിയിലും അതുപോലെ തന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷനിലുമുള്ള LBSലോ മറ്റോ ഉള്ള 3 മാസത്തെ സർക്കാർ അംഗീകൃത കോഴ്സ് മാത്രം മതി എന്നായിരുന്നു പറഞ്ഞത്. സ്വാഭാവികമായി നമുക്കറിയാവുന്നതുപോലെ കൂടുതൽ യോഗ്യതയുള്ളവരൊക്കെ അപേക്ഷിക്കും. അങ്ങനെ PGDCക്കാരൊക്കെ ഒരുപാട് വന്നു. അങ്ങനെ വന്ന സമയത്താണ് അവർ കൂട്ടത്തോടെ കോടതിയിൽ പോയി അവരെ കൂടി ഉൾപ്പെടുത്തണം എന്ന ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നത്. പിന്നീട് കോടതിയുടെ സിംഗിൾ ബെഞ്ച് അത് അംഗീകരിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ നിയമ പോരാട്ടം അതിരൂക്ഷമാകുന്നതും വലിയ നൂലാമാലകളിലേക്ക് കടക്കുന്നതും. യഥാർത്ഥത്തിൽ ഇതിനൊരു സംവിധാനം ഉണ്ടാകാറുണ്ട്. അതിൽ തന്നെ ഗുരുതരമായി സംഭവിച്ച ഒരു പിഴവ് എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് PSC പട്ടിക പുറത്തിറക്കി എന്നുള്ളതാണ് മറ്റൊരു തലത്തിലേക്ക് ഇത് പോകാനുള്ള ഒരു കാരണം. ഒരുപക്ഷെ അവിടെ തന്നെ പട്ടിക അവിടെ തന്നെ ഹൈക്കോടതി പറഞ്ഞതുപോലെ അധിക യോഗ്യത ഉള്ളവരെ വേണ്ട, നേരത്തെ വിജ്ഞാപനം ഇറക്കിയതുപോലെ മതി എന്ന തീരുമാനം PSC അനുസരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ നിയമനം തുടങ്ങേണ്ടതായിരുന്നു. അത് PSCയുടെ ഭാഗത്തുനിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനിയിപ്പോൾ ഇത് എത്ര കാലം നീളും എന്ന കാര്യത്തിൽ ഒരു ആശങ്കയിലാണ് എല്ലാവരും ഉള്ളത്. അരുൺ, ഇതിൽ വേറൊരു കാര്യം, ഈ
തസ്തികയിലെല്ലാം ഈ പോസ്റ്റുകളിലെല്ലാം താൽക്കാലികക്കാർ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ജോലി ചെയ്യുകയാണ്. ഇതിലുള്ള ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം വരാൻ വേണ്ടി പോകുന്നത്, ഇവർ 10 വർഷം കഴിയുന്നതോടുകൂടി തന്നെ ഇവരെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഇവർ ഇതിനകം തന്നെ പോയി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ഇവരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമായിരിക്കും ഇനിയിപ്പോൾ അടുത്ത ഒരു താൽക്കാലിക സ്ഥിരപ്പെടുത്തൽ കൂടി കേരളം കാണാനിരിക്കുന്നു വാട്ടർ അതോറിറ്റിയിലെ ക്ലർക്ക് തസ്തികയിൽ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഇതിൽ നിയമ പോരാട്ടം തുടരും. PSCയുടെ നിയമനം എന്ന് തുടങ്ങുമെന്ന് ആർക്കും അറിയുകയുമില്ല. അരുൺ. TV പ്രസാദാണ് നമുക്കൊപ്പം ചേർന്നത്. TV പ്രസാദ് പുറത്തുവിട്ട ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്.